കോടതി വിധി എന്താണെന്നുള്ളതെന്ന് പറയാം. സമാനമായ ഒരു കേസ് 2018 കേരള ഹൈക്കോടതിയിൽ വന്നത്. ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂൾ നിഷ്കർഷിച്ച യൂണിഫോമിന് വിരുദ്ധമായി ശിരോവസ്ത്രവും ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആ ഹർജിയിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം. ആ ആവശ്യം കോടതി തള്ളി. വിധിയിൽ ജഡ്ജി മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പെൺകുട്ടിക്ക് മതപരമായ വസ്ത്രം തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. എന്നാൽ സഭയ്ക്ക് സ്ഥാപനം നടത്താനും ഭരിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 19 പ്രകാരം തുല്യമായ മൗലിക അവകാശമാണ്. മറ്റൊന്ന്, പരസ്പരം മത്സരിക്കുന്ന മൗലിക അവകാശങ്ങൾ വരുമ്പോൾ സാമൂഹിക താല്പര്യത്തിന് ഉതകുന്ന അവകാശത്തിന് മുൻഗണന നൽകണം. അതായത് പരസ്പരം മത്സരിക്കുന്ന മൗലിക അവകാശങ്ങൾ വരുമ്പോൾ സാമൂഹിക താല്പര്യത്തിന് ഉതകുന്ന അവകാശത്തിന് മുൻഗണന നൽകണം. ഈ കേസിൽ സ്കൂളിന്റെ അവകാശമാണ് പ്രബലമായ താല്പര്യമെന്നാണ് അന്ന് കോടതി വിധിച്ചത്. വ്യക്തിഗത താല്പര്യങ്ങളെ സ്ഥാപനത്തിന്റെ അവകാശത്തിന്മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. യൂണിഫോം സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം സ്ഥാപനത്തിനുണ്ട്. മതവേഷം എന്ന ആവശ്യം പരിഗണിക്കാൻ സ്ഥാപനത്തോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല എന്നന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹർജിക്കാർക്ക് സ്കൂളിലെ യൂണിഫോം പാലിക്കാൻ തയ്യാറാണെങ്കിൽ സ്കൂളിൽ വിദ്യാഭ്യാസം തുടരാം. അതല്ല, ഹർജിക്കാർക്ക് TC ആവശ്യമാണെങ്കിൽ ഒരു പ്രതികൂല അഭിപ്രായവും രേഖപ്പെടുത്താതെ സ്കൂൾ അധികൃതർ അത് നൽകണം. ഇതാണ് 2018 കോടതി ഉത്തരവ്. ഭരണഘടന മുൻനിർത്തിക്കൊണ്ട് ഒരു മന്ത്രി പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. കുട്ടിയുടെ അവകാശങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. അത് ഞങ്ങൾ ആരും നിഷേധിക്കപ്പെടും. അതുപോലെ തന്നെ സ്കൂളിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് മന്ത്രി എന്തുകൊണ്ട് മറന്നുപോയതാണോ? മുൻ വിധിയുണ്ട് 2018. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തസ്നിയോ മറ്റേ ഒരു വിധിയുണ്ട് കേരള സർക്കാരുമായിട്ട് നടത്തിയത്. അതിൽ കൃത്യമായിട്ട് അതിന്റെ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ സ്കൂളിന് അതിന്റെ യൂണിഫോം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒരു സ്കൂളിന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ അവകാശമാണ്. ആ അവകാശത്തിന് ഒരിക്കലും സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ നിഷേധിച്ചിട്ടില്ല. അത് മന്ത്രിക്ക് അറിയാൻ പാടില്ല. എനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഒക്ടോബർ 15, അതായത് ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മന്ത്രി പറഞ്ഞത് മന്ത്രി രാജ്യത്ത് താമസിക്കുന്ന മന്ത്രിയായിട്ട് തന്നെയാണോ എന്നുള്ളതാണ്. കാരണം ശിരോവസ്ത്രം ഒരിക്കലും ഈ ഇസ്ലാം മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് പണ്ഡിതന്മാരോട് മതപണ്ഡിതന്മാർ ആരാഞ്ഞിട്ട് കൃത്യമായിട്ട് കോടതികൾ വിധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഹിജാബ് മതവസ്ത്രത്തിന്റെ ഭാഗമല്ലാന്ന്. പിന്നെ മന്ത്രി അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നുള്ള മന്ത്രിയാണ് പറയേണ്ടത്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമസ്തേ കേരളത്തിന്റെ വർത്തമാനം അവസാനിപ്പിക്കാം. പച്ചവെള്ളത്തിനും പച്ചമരത്തിനും തീ പിടിക്കുന്ന കാലമാണ്. ഓരോ കാര്യത്തിലും ഇടപെടുമ്പോഴും വാദിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴും കേരളത്തിലെ എല്ലാവരും, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റും സംഘടനകളും സഭകളും ഒക്കെ ഇത് മനസ്സിൽ സൂക്ഷിക്കുക. നല്ല വാർത്താദിനം ആശംസിച്ചുകൊണ്ട് നമസ്തേ കേരളത്തിന്റെ വർത്തമാനം പൂർത്തിയാക്കുക.